വാക്കുകൾ പോരാ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഭാരങ്ങളെന്നിൽ ഏറിടുമ്പോൾ ആശ്വാസം തന്ന എന്നേശുവേ. ഭാരങ്ങളെന്നിൽ ഏറിടുമ്പോൾ ആശ്വാസം തന്ന എന്നേശുവേ. കണ്ണുനീരാഴിയിൽ മുങ്ങിടുമ്പോൾ കൈകളാൽ കണ്ണീർ തുടച്ചവനെ, എന്നെ മാറോടു ചേർത്തവനെ. കണ്ണുനീരാഴിയിൽ മുങ്ങിടുമ്പോൾ കൈകളാൽ കണ്ണീർ തുടച്ചവനെ, എന്നെ മാറോടു ചേർത്തവനെ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ലുക്കിംഗ് ആൻഡ് ജീസസ്, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാരനുമായ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ നാളെ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്, അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. Looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and is set down at the right hand of the throne of God. കർത്താവായ യേശു നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല, അവിടുന്ന് ആൽഫയും ഒമേഗയുമാകുന്നു. ദൈവം ആരംഭിക്കുന്നവനും പൂർത്തീകരിക്കുന്നവനും ആകുന്നു. ദൈവം നമ്മുടെ മേൽ ആരംഭിച്ച രക്ഷയും വിശ്വാസവും നല്ല പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നവനാകുന്നു. ദൈവം നമ്മൾ എന്ത് പ്രവൃത്തി ആരംഭിച്ചാലും അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുക. നാം വിശ്വസിച്ചാരംഭിച്ച സകല പ്രവൃത്തികളും ദൈവം പൂർത്തീകരിക്കും. ഇടവഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ് യേശു. അതിനാൽ നമ്മെ തളർത്തുകയും നിരാശയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന വചനങ്ങൾ ഉരുവിടേണ്ട. പകരം സകലതും ദൈവം പൂർത്തീകരിക്കും എന്ന് പറയുക. എന്നോടൊപ്പം ഒന്ന് പറയാമോ? സകലതും ദൈവം പൂർത്തീകരിക്കും. ചെറുന്നൊരാമേൻ പറയാവോ? ആമേൻ, ആമേൻ. യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 9:31. അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. താൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു.
കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ 3-ാം നാൾ താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. യേശു നിരാശയുടെ വാക്കുകളല്ല പറഞ്ഞത്. തനിക്ക് വലിയ കഷ്ടങ്ങളും ദുരിതങ്ങളും വരുമെന്നും കൊല്ലപ്പെടുമെന്നും പറഞ്ഞു. എന്നാൽ പിതാവ് തന്നിൽ ആരംഭിച്ച വേല പൂർത്തീകരിക്കപ്പെടും എന്നും അതിനാൽ താൻ ഉയർത്തെഴുന്നേൽക്കും എന്നും യേശു പറഞ്ഞു. ഒരിക്കലും നമ്മൾ വാതുറന്ന് നിരാശപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത്. കാരണം നാം പറയുന്ന വാക്കിൽ പിശാച് സാത്താൻ നമ്മളെ പിടിക്കും, കൊടുക്കും, കുരുക്കും. ജീവിതത്തിലുള്ള തകർച്ചകളും വേദനകളും ദുഃഖവും രോഗവും ഭാരവും ഉണ്ട്. എന്നാൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. യേശു വിശ്വസ്തനാണ്. അവൻ ഒരു നാളും കൈവിടാത്തവൻ തന്നെ. നമ്മെ ഉപേക്ഷിക്കാത്തവനാണ് അവിടുന്ന്. മരിച്ച് ഉയർത്തെണീറ്റ യേശുവിൻ്റെ ആത്മാവ് എന്നും ജീവിക്കുന്നതിനാൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ ഇന്നും ജീവിക്കുന്നു. റോമാലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് എത്ര പ്രത്യാശ തരുന്ന, നമ്മൾ ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ വാക്കുകളാണത്. അതിനാൽ ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട. പകരം എല്ലാം പൂർത്തീകരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുക. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. യേശു ശിഷ്യന്മാരോട് അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന കാറ്റിനെക്കുറിച്ചോ കൊടുങ്കാറ്റിനെക്കുറിച്ചോ തിരമാലകളെക്കുറിച്ചോ ആടുന്ന പടകിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് അക്കരയ്ക്ക് പോകാമെന്ന് മാത്രം. കാരണം സകല പ്രശ്നങ്ങളും തീർത്ത് അക്കരെ എത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് നിന്നെ തകർക്കുന്നവനല്ല കർത്താവായ യേശു. പൗലോസും കൂട്ടരും കാറ്റിലും തിരമാലകളിലും പെട്ട് പ്രാണഭയത്തിലായപ്പോൾ അവർ ദൈവസ്വരം കേട്ടു. അപ്പോസ്തല പ്രവൃത്തി 27:22 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരിയുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നാം കടന്നു പോകുന്ന വിഷമസന്ധിയിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എല്ലാ മക്കൾക്കും ഒരു സ്വർഗീയ കാവൽ മാലാഖമാരെ കർത്താവ് തന്നിട്ടുണ്ട്. കാവൽ മാലാഖമാർ. അതിവിശുദ്ധന്മാരായ ചില വ്യക്തികൾ ഈ കാവൽ മാലാഖമാരിൽ ഒന്നും വിശ്വസിക്കാത്തവരാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നവനാണ്. സ്വർഗീയ ദൂതന്മാരെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്. കർത്താവിൻ്റെ പദ്ധതി പൗലോസിനെ കൈസരുടെ മുൻപിൽ നിർത്തുക എന്നതാണ്. ആ യാത്രയിൽ കാറ്റുണ്ടാകാം, കൊടുങ്കാറ്റുണ്ടാകാം. പക്ഷെ ഇവയൊന്നും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം തടയുവാൻ കഴിയുകയില്ല. ഈ വിശ്വാസമാണ് വേണ്ടത്. അബ്രഹാമിന് ഈ വിശ്വാസമുണ്ടായിരുന്നു. കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ മല കയറുമ്പോൾ അബ്രഹാം ബാല്യക്കാരനോട് പറഞ്ഞു. ഉൽപ്പത്തി 22:5 അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. എബ്രാപ്പച്ചനെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നും നൽകിയ വാഗ്ദത്തം നിറവേറ്റപ്പെടുമെന്നും അബ്രഹാം വിശ്വസിച്ചു. അത് നീതിക്കായി പരിണമിച്ചു. പ്രിയ ദൈവമക്കളെ, യേശു പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. അവൻ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല, പാതി വഴിയിൽ തള്ളിക്കളയുകയുമില്ല. അതിനാൽ ഏത് പ്രശ്നങ്ങളിലും യേശുവിനെ നോക്കുക. അവൻ ഈ പ്രതിസന്ധികളിൽ കൂടിയിരുന്ന സകലത്തിലും കൃപ നൽകി ശക്തീകരിച്ച് നമ്മെ അക്കരെ നാട്ടിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഈ കർത്താവിനെ നമുക്ക് ഹൃദയപൂർവ്വം ശ്രദ്ധിക്കാം. ആ കുറിവാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. എബ്രായലേഖനം 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് യേശു അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നമ്മളെ ശക്തീകരിക്കുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവനായ പിതാവേ,
ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഓടിത്തീർക്കുവാൻ ഞങ്ങൾക്ക് മുൻപേ അവിടുത്തെ പുത്രനെ തന്നതിനായി സ്തോത്രം. അവിടുത്തെ നോക്കി ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് ഞങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ, വിശുദ്ധ പൗലോസിനെ പോലെ ഓട്ടം പൂർത്തീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിലെ ദർശനങ്ങൾ ഇന്നതെന്ന് വ്യക്തമായി സ്പഷ്ടമായി ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്കായി തന്നിരിക്കുന്ന ഈ വിശുദ്ധ ജീവിതം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി, ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടുത്തെ ദൈവീകതയെ ഉയർത്തിക്കൊണ്ട് അങ്ങ് മാത്രമാണ് ഏകസത്യ ദൈവമെന്ന് സധൈര്യം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അവിടുത്തെ കൃപയാൽ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഒരിക്കൽ കൂടി തരുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ പുറകോട്ട് പോകാതെ സധൈര്യം മുന്നോട്ട് പോകുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നതിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നപ്പാ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മരുഭൂയാത്രയിൽ ചൂടേറിയാലും തണലായേശുവൻ അരികിലുണ്ട്. മരുഭൂയാത്രയിൽ ചൂടേറിയാലും തണലായേശുവൻ അരികിലുണ്ട്. വാടിത്തളർന്നു ഞാൻ വീണെന്നാലും ദാഹജലം തന്നുണർത്തിടുമേ, എന്നെ താങ്ങി നടത്തിയിടുമേ. വാടിത്തളർന്നു ഞാൻ വീണെന്നാലും ദാഹജലം തന്നുണർത്തിടുമേ, എന്നെ താങ്ങി നടത്തിയിടുമേ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. കരകാണക്കടലിൽ ഞാൻ വീണെന്നാലും കരം നീട്ടി വന്നെന്നെ ഉയർത്തിയിടുമേ. കരകാണക്കടലിൽ ഞാൻ വീണെന്നാലും കരം നീട്ടി വന്നെന്നെ ഉയർത്തിയിടുമേ. അരികിൽ യേശു എന്നെ അണച്ചിടുമേ. മഹത്വത്തിൽ ഞാൻ എത്തും വരെ, കർത്തൻ അരികിൽ ചേരും വരെ. അരികിൽ യേശു എന്നെ അണച്ചിടുമേ. മഹത്വത്തിൽ ഞാൻ എത്തും വരെ, കർത്തൻ അരികിൽ ചേരും വരെ. ദൈവസ്നേഹം അവർണ്ണനീയം, വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ ആശ്ചര്യമെന്നിൽ ഏറിടുന്നേ. ദൈവസ്നേഹം അവർണ്ണനീയം,
വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ.